ഗൂഗിൾ എർത്തും ഗ്ലോബൽ മാപ്പറും ഉപയോഗിച്ച് ഒരു പ്രദേശത്തിൻ്റെ കോണ്ടൂർ ജനറേറ്റ് ചെയ്ത് അതിൽ ഒരു തടയണ കെട്ടിയാൽ എത്രമാത്രം വെള്ളം ഉൾക്കൊള്ളിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ് ഇവിടെ വിശദീകരിക്കുവാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഇവിടെ ഒരു KML നമ്മളൊരു വോളിയം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. വോളിയം തന്നെ മാർക്ക് ചെയ്യണമെന്നുള്ളൂ, ഡാം ആക്സസ് മാത്രം മാർക്ക് ചെയ്യുന്നത്, ലൈന് മാർക്ക്. എന്നിട്ട് അതിന് നമ്മൾ സേവ് ചെയ്യുന്നു. ഇതാണെങ്കിൽ ആ സാധനം മാത്രം ടിക്ക് ചെയ്തിട്ട് ബാക്കി എല്ലാം ഒന്ന് അൺടിക്ക് ചെയ്തിട്ട് മാത്രം ടിക്ക് ചെയ്തു. ഇത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതിനെ സേവ് പ്ലേസ് ആസ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പം അത് സേവായി. ഇനി നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ആദ്യം ഗ്ലോബൽ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ആദ്യം നമ്മൾ ഡെമ്മ് ലോഡ് ചെയ്യാം. ഇപ്പോൾ ഡെമ്മ് നമ്മൾ ലോഡ് ചെയ്തു. ഡെമ്മ് നമ്മളെടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മളിപ്പോൾ സേവ് ചെയ്ത KML ഫയല് ലോവർ പൂള്. ഓക്കെ, അപ്പോൾ അതെവിടെയാണ് വന്നിരിക്കണമെന്ന് കാണാൻ ഈ ലെയർ എടുത്തിട്ട് നമ്മൾ ഡെമ്മിൻ്റെ ലെയർ ഓഫ് ആക്കിയാൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനൊന്ന് സൂം ഇൻ ചെയ്ത് ലോവർ പൂൾ ആണ്, അത് പേര് തന്നെയാണ് ലോവർ പൂൾ B എന്ന് പറഞ്ഞിട്ട്. സെയിം സാധനം തന്നെയല്ലേ നമ്മൾ സേവ് ചെയ്തത്. KML നമ്മളൊരു വോളിയം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. വോളിയം തന്നെ മാർക്ക് ചെയ്യണമെന്നുള്ളൂ, ഡാം ആക്സസ് മാത്രം മാർക്ക് ചെയ്യുന്നത്, ലൈന് മാർക്ക്. എന്നിട്ട് അതിന് നമ്മൾ സേവ് ചെയ്യുന്നു. ഇതാണെങ്കിൽ ആ സാധനം മാത്രം ടിക്ക് ചെയ്തിട്ട് ബാക്കി എല്ലാം ഒന്ന് അൺടിക്ക് ചെയ്തിട്ട് മാത്രം ടിക്ക് ചെയ്തു. ഇത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതിനെ സേവ് പ്ലേസ് ആസ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ലവർ പൂൾ എന്നാണല്ലേ വെച്ചിട്ടുണ്ട്. ലോവറിന്റെ സ്പെല്ലിംഗ് മാറിയിരിക്കുന്നത്. ഓക്കെ, സേവ്. ഓക്കെ, അപ്പം അത് സേവായി. ഇനി നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ആദ്യം ഗ്ലോബൽ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ആദ്യം നമ്മൾ ഡെമ്മ് ലോഡ് ചെയ്യാം. ഇപ്പോൾ ഡെമ്മ് നമ്മൾ ലോഡ് ചെയ്തു. ഡെമ്മ് നമ്മളെടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മളിപ്പോൾ സേവ് ചെയ്ത KML ഫയല് ലോവർ പൂള്. ഓക്കെ, അപ്പോൾ അതെവിടെയാണ് വന്നിരിക്കണമെന്ന് കാണാൻ ഈ ലെയർ എടുത്തിട്ട് നമ്മൾ ഡെമ്മിൻ്റെ ലെയർ ഓഫ് ആക്കിയാൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനൊന്ന് സൂം ഇൻ ചെയ്ത് ലോവർ പൂൾ ആണ്, അത് പേര് തന്നെയാണ് ലോവർ പൂൾ B എന്ന് പറഞ്ഞിട്ട്. സെയിം സാധനം തന്നെയല്ലേ നമ്മൾ സേവ് ചെയ്തത്. ഓക്കെ, ശരി, ബൈ. നാളെ അല്ലേ നമ്മൾക്ക് കോണ്ടൂർ ജനറേറ്റ് ചെയ്യണം. അതിൻ്റെ മുന്നേ നമ്മൾക്ക് ഈ ഡെമ്മിലുള്ള പോയിന്റും നമ്മുടെ ഗൂഗിൾ എർത്തിലുള്ള പോയിന്റും, ഇത് ആക്ച്വലി നമ്മൾ ഗൂഗിൾ എർത്തിൻ്റെ പോയിന്റിനോട്ടല്ല നമ്മൾ ഡെമ്മിനെ അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ സൈറ്റിൽ ഒരു DGPS കോർഡിനേറ്റ് എടുത്തിട്ട് നമ്മൾ ആക്ച്വലി ഇതിപ്പോൾ ഗൂഗിൾ എർത്തിലേക്കാണ് അറ്റാച്ച് ചെയ്യണത്. ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് ഡെമ്മിൽ നമ്മളിപ്പോൾ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് ഒറിജിനൽ സൈറ്റിൽ നമ്മൾ DGPS കോർഡിനേറ്റ് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ എലിവേഷൻ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഡെമ്മിനെ ഒറിജിനലിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മളിപ്പോൾ തൽക്കാലം ഗൂഗിൾ എർത്തിലുള്ള ഒരു പോയിന്റിലോട്ട് മാറ്റുന്നു. അപ്പോൾ ഗൂഗിൾ എർത്തിൽ ഇപ്പോൾ ആ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ഈ പോയിന്റ് ആണല്ലോ അത്. ആ പോയിന്റ് വരുന്നത് 210 ആണ്. 210. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 210 ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെ ഐഡിയ. അപ്പോൾ അതിന് നമ്മൾ ഇവിടുത്തെ പോയിന്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പോയിന്റ് ഇവിടെ ഇടണം. അപ്പോൾ ടൂൾസിൽ ഇവിടെ എന്ത് സാധനം എടുക്കണമെങ്കിലും ആദ്യം ടൂൾസിൽ പോയി ഡിജിറ്റൈസർ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ടൂൾസിൽ പോയിട്ട് ഡിജിറ്റൈസർ എടുക്കാം. അതിൻ്റെ ശേഷം നമ്മളൊരു പോയിന്റ് എടുക്കാം. ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഏത് പോയിൻ്റാണോ വേണ്ടത് അപ്പോൾ ആ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മളെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നു. ഇനി ഈ പോയിന്റിന് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ നോക്കുക, അതിൻ്റെ എലിവേഷൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ എലിവേഷൻ വന്നിട്ടില്ല, സോറി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഈ പോയിന്റിനെ നമ്മൾ ഡെമിനേറ്റ് എലിവേഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൂൾസ് എടുത്തിട്ട് ഡിജിറ്റൈസർ എടുത്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് അമർത്താം. റൈറ്റ് അല്ല, ലെഫ്റ്റ്. അപ്പോൾ അപ്ലൈ എലിവേഷൻ ഫ്രം ടെറൈൻ ലെവൽ ടു സെലക്റ്റഡ് ഫീച്ചർ. മനസ്സിലായി? അതായത് ഇപ്പോൾ സെലക്ട് ചെയ്ത ഫീച്ചർ ഈ പോയിൻ്റാണ്. ആ പോയിന്റിനെ ടെറൈൻ ലെയറിലേക്ക്, അതായത് ടെറൈൻ ലെയർ എന്ന് പറഞ്ഞാൽ ഡെമ്മിലുള്ള ടെറൈൻ ലെയറിലേക്ക് ഈ പോയിന്റിനെ അറ്റാച്ച് ചെയ്യാം ആദ്യം. മനസ്സിലായി? അപ്പോൾ അത് അറ്റാച്ച് ചെയ്തു. യെസ്,
അപ്പോൾ അറ്റാച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇൻഫർമേഷൻ നമ്മളെടുത്ത് നോക്കുക. നമുക്ക് നോക്കുമ്പോൾ 191 മീറ്ററാണ് ഈ പോയിൻറ്റിൻ്റെ ഇതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡെം അവിടെ ഇരിക്കണം. ഇതാണ് നമ്മളെ ഡെം. ഈ ഡെമ്മിനെ സെലക്ട് ചെയ്ത് വെക്കുക. ഈ ഡെമ്മിനെ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് ഓൾട്ടർ എലിവേഷനിൽ നമുക്കിതിനെ 191 210 ആക്കാൻ വേണ്ടിയിട്ട് 20 വേണ്ട 19 മീറ്റർ എടുക്കാം. അപ്ലൈ, ഓക്കെ, ക്ലോസ്. എന്നിട്ട് വീണ്ടും ഇതിനെ നമ്മൾ ഇപ്പോൾ ഈ പോയിൻ്റ് ഫീച്ചറാണ് മാറിയത്, അല്ല ഡെമ്മാണ് മാറിയത്. ഇനി പോയിൻ്റ് ഫീച്ചറിനെ ആ ഡെമ്മിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി ഇതന്നെ, അത് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഇനി ഈ പോയിൻറ്റിൻ്റെ ഇൻഫർമേഷൻ വീണ്ടും എടുത്ത് നോക്കാം. അപ്പോൾ 210 കൂടി സെറ്റല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ പോയിൻറ്റിൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഡെമ്മ് കറക്റ്റ് ഗൂഗിൾ എർത്തിലുള്ള പോലെ ഡെമ്മ് വന്നു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കോണ്ടൂർ ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് കോണ്ടൂർ നമുക്ക് 210 കോണ്ടൂർ മാത്രം ജനറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓൺലി ജനറേറ്റ് കോണ്ടൂർ ലൈൻ, അത് ക്ലിക്ക് ചെയ്യാം. ഡ്രോ ബോക്സ്, കോണ്ടൂർ വന്നു. അത്രയും വന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഏരിയ ഫീച്ചറൊന്നും ആവശ്യമില്ല. ഇൻഫർമേഷൻ ടൂൾ ഓഫാക്കി വെക്കാം. ഡിജിറ്റൈസർ അതിലെടുത്തിട്ട് ഏരിയ ഫീച്ചറിനെ ഡിലീറ്റ് ചെയ്യാം. ഈ ഏരിയ ഫീച്ചർ നമുക്ക് വേണ്ട, കൊണ്ടുവരും മാത്രം മതി. അയ്യോ, ആ ഏരിയ ഫീച്ചർ ഓക്കെ, ആദ്യം ലൈൻ വരച്ചിട്ട് വേണം ആ ഏരിയ ഫീച്ചർ ഡിലീറ്റ് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ നമുക്ക് ഡാം ആക്സസ് എങ്ങനെ വരികയെന്ന് മനസ്സിലാവില്ല. കുഴപ്പമില്ല, ഇപ്പം നമുക്ക് അറിയാമല്ലോ അത്. ഇനി ഡാം ആക്സസ് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്നിട്ട് ഡെം ഓഫ് ആക്കാം. ട്രിമ്മിങ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇപ്പോൾ ലൈൻ ഫീച്ചർ ഓൺ ആയി കിടക്കാം. അല്ലല്ല, ലൈൻ ഫീച്ചർ ആദ്യം ഓൺ ആയിട്ടേ കിടന്നിരുന്നത്, അത് ഓഫാക്കിയത്. അപ്പം ഇത് വരയ്ക്കാൻ വേണ്ടി ലൈൻ ഫീച്ചർ ഓൺ ആക്കിയിട്ടീന്, അത് ഓഫ്. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇതിനങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് സോറി ലെഫ്റ്റിൻ്റെ ഇത് അമർത്തിയിട്ട് കേസർ അമർത്തി ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സെലക്ട് ആവും. സെലക്ട് ആയാൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ബ്രേക്ക് എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞ ഫീച്ചർ അറിയില്ലേ ഓട്ടോ കാഡിലെ? പൊട്ടിക്കുക. ആ പൊട്ടിക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ ജോയിൻറ്റുകളിലും ഓരോ വേർട്ടിക്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ 10 ലൈൻസ് മോഡിഫൈ ആയി എന്ന് അവർ പറയണത്, നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഇനി അടുത്ത നമുക്ക് ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തെടുത്താൽ തന്നെ ലെഫ്റ്റ് അമർത്തിയ ഡിലീറ്റ് ലൈൻ ഫീച്ചർ വരും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും വന്നു. ഇനി ഇതിനെ നമ്മൾ എന്തെങ്കിലും കമ്പൈൻ ചെയ്ത് ഒറ്റ എണ്ണാക്കി മാറ്റണം. സെലക്ട് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു, എസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് കമ്പൈനായി ഒറ്റ ഫീച്ചറായി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഏരിയ ക്രിയേറ്റ് ചെയ്യണം. ഏരിയ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇവിടെ അത് ക്രിയേറ്റ് ഏരിയ ഫ്രം ലൈൻ അത് ക്ലിക്ക് ചെയ്യുന്നു. ഈ ആദ്യത്തെ 2 അൺടിക്ക് ചെയ്തിട്ട് താഴത്തെ മാത്രം ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഇതിന് റിസർവോയറിൻ്റെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രിയേറ്റ് ന്യൂ ടൈപ്പ് എടുത്തിട്ട് ഒരു കളർ കൊടുക്കുക. എന്നിട്ട് സോളിഡ് ഫിൽ കൊടുക്കുക. ഓക്കെ, യു മസ്റ്റ് എൻ്റർ ടൈപ്പ്. അപ്പോൾ നമ്മൾ ടൈപ്പായിട്ട് റിസർവോയർ എന്ന് എഴുതുന്നു, ഓക്കെ കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ദാറ്റ് യു എൻ്റർ ഈസ് ഓൾറെഡി തരാം. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി. റിസർവോയർ നേരത്തെ ഉണ്ടാക്കിയതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിവിടെ വന്നു, റിസർവോയർ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെമ്മിനെ ഓൺ ചെയ്യണം. ഡെം ഓഫായി കിടക്കുന്നത് വരെ
ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഏരിയ ഫീച്ചറിന് ഇതൊക്കെ ഡിജിറ്റൈസർ സെലക്ട് ആയി കിടക്കണം, എന്നാലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ടൂൾസ് ഡിജിറ്റൈസർ അത് സെലക്ട് ചെയ്താലേ ഈ ഏരിയനൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏരിയ ക്ലിക്കായി, എന്നിട്ട് നമ്മൾ വോളിയം, എന്നിട്ട് പെർഫോം മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ്. അപ്പോൾ നമ്മളൊരു ആ ഏരിയയിലുള്ള ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഒരു 179 175 എടുക്കാം നമുക്ക്. എന്നിട്ട് ഹയർ 210 വരെ ഇല്ല 210 ആണ്. 210 കൊണ്ടുവരും, കൂട്ടണമെങ്കിൽ കൂട്ടാം. 211 വേണ്ട. അപ്പോൾ 2 മീറ്റർ ഇൻ്റർവെൽ എടുത്താൽ നമുക്ക് 210 കിട്ടൂല. 2 മീറ്റർ ഇൻ്റർവെൽ അപ്ലൈ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓരോ ഹൈറ്റ് കിട്ടി. 175 ഒന്നുമില്ല, നമുക്കിപ്പോൾ വേണ്ടത് 210 ആയിരുന്നു. 210 ഇതിൽ വന്നില്ല. അത് തുടക്കം ഓടി നമ്പർ കൊടുത്തിട്ടാ ക്ലോസ് 24 കൊടുക്കണ്ടേ. നേരത്തെ 0.59 ആയിരുന്നു, ഇതിപ്പോൾ 0.6 ആയി. 10 0.68 ആണ് 12-ൻ്റെത്. അപ്പോൾ 6 ലക്ഷം നമുക്ക് 20 ലക്ഷം. 20 ലക്ഷം